എല്ലാവർക്കും നമസ്കാരം. മുഹമ്മദ് താജ്, സിയത്തന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ATS എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ആ വീഡിയോ പോയി കാണണം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ATS പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, സോ ഓരോ കമ്പനിയും അവരുടെ ജോബ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കമ്പനി വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് പോർട്ടലിലോ ജോബ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവരൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ കമ്പനിക്ക് ആ ഒരു പൊസിഷന് വേണ്ട റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് നിങ്ങളുടെ CV-യുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഒരു മാച്ച് സ്കോർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ATS ചെയ്യുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ ATS നിങ്ങളുടെ CV-യിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് കീവേഡ്സ്. ഓക്കെ, അതായത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ചില കീവേഡ്സ് നിങ്ങളുടെ CV-യിലും അതേപോലെ തന്നെ, ഫോർ എക്സാമ്പിൾ ഹാർഡ് സ്കിൽസ്, നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്യൂവേഴ്സ് ആയിട്ട് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഓക്കെ, ക്വാണ്ടിറ്റി സർവേർ ആയിട്ട് അപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ക്വാണ്ടിറ്റി സർവേ കമ്പനിയുടെ റിക്വയർമെൻറ്റ് പോസ്റ്റ് കോൺട്രാക്ട് എക്സ്പീരിയൻസ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ CV-യിലും പോസ്റ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, സൈറ്റ് എക്സ്പീരിയൻസ് എന്നാണ് ശരിക്കും പോസ്റ്റ് കോൺട്രാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൈറ്റ് എക്സ്പീരിയൻസിന് പകരം നമ്മൾ എന്താണ് പോസ്റ്റ് കോൺട്രാക്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ കാണിക്കണം. അപ്പോൾ അങ്ങനെ കാണിച്ചാൽ മാത്രമേ നിങ്ങളുടെ CV-യിലുള്ള ആ ഒരു ടേമും ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള ആ ടേമും തമ്മിൽ മാച്ച് വരികയുള്ളൂ. ഇതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്, ഫേക്ക് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്താണോ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം. സോ നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണ്, മൾട്ടിപ്പിൾ ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്ലാനിങ് എഞ്ചിനീയർ ആണ്, QS ആണ്, നിങ്ങൾ സൈറ്റ് എഞ്ചിനീയർ അറിയാം. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ അറിയാമെങ്കിൽ ഡിഫറെൻറ്റ് CV നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ CV ATS ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോബ് ടൈറ്റിൽ. അതായത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ ജോബ് ടൈറ്റിലാണ് നിങ്ങളുടെ CV-യിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന്, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഡെസിഗ്നേഷൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നാണ്, പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ പോസ്റ്റ് സെയിൽസ് മാനേജർ എന്നാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ CV-യിൽ ആ പോസ്റ്റ് മാറ്റി ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്ന് ആക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ള ആ ഒരു വേക്കൻസിയും നിങ്ങളുടെ ജോബും തമ്മിൽ ഒരു സാമ്യമാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ അപേക്ഷിക്കുന്ന ആ ഒരു ജോബിനോട് നമ്മൾ നീതി പുലർത്തണം. ആ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജോബ് ടൈറ്റിൽ എന്ത് ചെയ്യരുത്, ഒരിക്കലും കൊടുക്കരുത്. സോ ഇത്രയുമാണ് നമ്മൾ രണ്ടാമതായിട്ട് നിങ്ങളുടെ ATS ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമതായി എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അതായത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ CV-യിലും അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉദാഹരണത്തിന്, ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഈ ജോബിന് ആവശ്യമാണ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ CV-യിൽ അതിൻ്റെ അക്രോണിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ PMP എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ CV-യിലും എന്താണോ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ എന്ന് തന്നെ നിങ്ങളുടെ CV-യിലും മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ CV-യുടെ ഫോർമാറ്റിംഗ്. പൊതുവേ നമ്മൾ CV യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്രാഫിക്സ്, ലോഗോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കോളംസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു ATS ഫ്രണ്ട്ലി അല്ല. നമ്മുടെ മാച്ച് സ്കോർ കുറക്കാൻ അത് സഹായിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ബേസിക് ആയിട്ട് ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള റെസ്യൂമുകളെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ CV-യുടെ ഫോണ്ട്. സോ നമുക്ക് ഫാൻസി ഫോണ്ടുകൾ അല്ലെങ്കിൽ യുണീക്ക് ഫോണ്ടുകളിലേക്ക് പോകാതെ നമ്മൾ ട്രഡീഷണൽ ഫോൺസ് ആയിട്ടുള്ള ടൈംസ് ന്യൂ റോമൻ, അതുപോലെ തന്നെ കാലിബ്രി, അങ്ങനെയുള്ള ഫോണ്ടുകളെല്ലാം നമ്മുടെ CV-യിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് CV-യെ കുറച്ചുകൂടി റീഡബിലിറ്റി, ATS-ൻ്റെ റീഡബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഗ്രാജുവലി നിങ്ങളുടെ മാച്ച് സ്കോർ കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു CV ക്രിയേറ്റ് ചെയ്യാനും അതുവഴി ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനും കഴിയും. സോ ഇനി എങ്കിലും നിങ്ങളെ CV ക്രിയേറ്റ് ചെയ്യുമ്പോൾ മുകളിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട്
ഒരു ATS ഫ്രണ്ട്ലി CV ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.